ഹായ് നമസ്കാരം, വിഷ്ണുമരിയാടിലാണ്. സുധീർ മലയിലാണ് ഇന്ന് എൻ്റെ കൂടെ ഉള്ളത്. നമ്മുടെ ആദ്യത്തെ വീഡിയോ മുതൽ തന്നെ സുധീർ മലയിൽ ഒരുപാട് കാര്യങ്ങൾ വളരെ വ്യക്തമായും കൃത്യമായും നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ അന്ന് ലാസ്റ്റ് പറഞ്ഞ സമയത്ത് ഇനിയും നമ്മൾ ഇതുപോലെ കാണും എന്ന് സുധീർ ഉറപ്പിച്ച് പറഞ്ഞിരുന്നു അല്ലേ? അതെ. അപ്പോൾ എങ്ങനെ നോക്കി കാണുന്നു പത്തനാപുരത്തെ വിജയം? പത്തനാപുരത്തെ വിജയം ഇത് ഒരു മുൻകൂട്ടി പ്രവചിച്ചുവെന്നോ അല്ലെങ്കിൽ പ്രഖ്യാപിച്ചുവെന്നോ ഒന്നും നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല. തികഞ്ഞ ആത്മവിശ്വാസത്തോടെ വിജയിക്കുമെന്ന് പറഞ്ഞതിൻ്റെ പിന്നിൽ വളരെ അച്ചടക്കത്തോടു കൂടി വളരെ ഘട്ടം ഘട്ടമായി കാര്യക്ഷമമായി ഉള്ള പ്രവർത്തനങ്ങൾ മണ്ഡലത്തിൽ നടത്തിയിട്ടുണ്ട്. അത് ഇന്ന് കേരളത്തിൽ നമ്മളിപ്പോൾ ഈ വിജയങ്ങളെയൊക്കെ നമ്മൾ 102 സീറ്റൊക്കെ നേടി UDF അധികാരത്തിൽ വന്നപ്പോൾ വലിയൊരു തരംഗമുണ്ടായി എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും ഒരു കാര്യം വളരെ വ്യക്തമായി പറയാം. പത്തനാപുരത്ത് ഒരു തരംഗം ഉണ്ടായതിൻ്റെ പേരിലുള്ള വിജയമല്ല, ഇതൊരു രാഷ്ട്രീയ വിജയമാണ്. രാഷ്ട്രീയപരമായുള്ള ഒരു തെരഞ്ഞെടുപ്പായി നടന്ന ഒരു തെരഞ്ഞെടുപ്പ് പത്തനാപുരത്ത് നടന്നിട്ടുണ്ട്. ആ തെരഞ്ഞെടുപ്പിന്റെ ഒരു വിജയമാണ് ഇവിടെ സംഭവിച്ചത്. പത്തനാപുരത്ത് നടന്നത് ഒരു ട്രെൻഡാണ് എങ്കിൽ ഒരു 25,000-ന് മുകളിലുള്ള ഭൂരിപക്ഷത്തിൽ ശ്രീ ജ്യോതികുമാർ വിജയിച്ചത്. രാഷ്ട്രീയമായ ഫൈറ്റ് എന്ന് പറഞ്ഞാൽ അത് പത്തനാപുരത്താണ് നടന്നത്. 6 പഞ്ചായത്തുകളാണ് ഇപ്പോൾ ഐക്യജനാധിപത്യ മുന്നണിയുടെ ഭരണമുള്ളത്. 8 പഞ്ചായത്തുകളിൽ 6 എണ്ണം. ആ 6 പഞ്ചായത്തുകൾ കൂടാതെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 8 പഞ്ചായത്തുകളും ശ്രീ ജ്യോതികുമാർ ചാമക്കാലയ്ക്ക് കൈയടയാളത്തിൽ ഭൂരിപക്ഷം നേടുവാൻ കഴിഞ്ഞു. ഒരിടങ്ങളിൽ പോലും 25 വർഷക്കാലമായി MLA ആയിരിക്കുന്ന ജനപ്രതിനിധിക്ക് ഒരു മുന്നേറ്റം സൃഷ്ടിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. ഒരിടത്തും ഒരു അസ്വാരസ്യമോ പടലപ്പിണക്കമോ പരിഭവങ്ങളോ ഇല്ലാതെ ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ട് വലിയ ഭൂരിപക്ഷത്തിൽ ഗണേഷ് കുമാറിനെ മലർത്തിയടിക്കാൻ കഴിഞ്ഞു എന്നതാണ്. മലർത്തിയടിച്ചു എന്ന് പറയുന്നത് മലർത്തിയടിക്കാൻ ഒരു സാഹചര്യം കാണില്ല. ഇത്രയും കാലമായിട്ട് ഈ 10 കൊല്ലം കൊണ്ട് പറ്റാത്ത ഒരു കാര്യം എന്തുകൊണ്ട് പറ്റും? നിരവധിയായ കാര്യങ്ങൾ മുൻപോട്ട് വെക്കാറുണ്ട്. ഒന്നാമതായി പറയാനുള്ളത്, ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഒരു ഭരണാധികാരി, ഏറ്റവും സമർത്ഥനായ ഒരു ഭരണാധികാരി, കാരുണ്യവാനായ ഒരു ഭരണാധികാരിയായിരുന്നു ശ്രീ ഉമ്മൻചാണ്ടി. അദ്ദേഹത്തെ പോലെ ഒരു മഹാനുഭാവനെ ലൈംഗിക അതിക്രമ കേസിൽ, കള്ളക്കേസിൽ കുടുക്കിക്കൊണ്ട് രാഷ്ട്രീയമായി അദ്ദേഹത്തെ അവസാനിപ്പിക്കുവാൻ വേണ്ടി അതിന് പിന്നിൽ ചരട് വലിച്ചത് ഈ 25 വർഷക്കാലം പത്തനാപുരത്ത് കോൺഗ്രസിന്റെയും ഐക്യജനാധിപത്യ മുന്നണിയുടെയും ഉപ്പും ചോറും തിന്ന് വളർന്ന് കടന്നു വന്ന, ഒരുപക്ഷെ പാല് കൊടുത്ത കൈകളിൽ കൊത്തുന്ന പാമ്പിനെ പോലെ ശ്രീ ഉമ്മൻചാണ്ടിയെ ചതിക്കപ്പെടുകയാണ്. സോളാർ അഴിമതി കേസിൽ ഉമ്മൻചാണ്ടിയെ കാണുന്നതിന് വേണ്ടി ശ്രീ ഗണേഷ് കുമാർ പോയപ്പോൾ അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫിൽ അംഗമായിരുന്ന ശ്രീ സുധീർ മലയിലാണ് കൂടെ പോയത്. അവിടെ നടന്ന വൈകാരികമായ കാര്യങ്ങളൊക്കെ താങ്കൾ നേരിട്ട് കണ്ടതാണ്, ശരിയല്ലേ? അതെ. അതിനുശേഷമാണ് ഈ ഉമ്മൻചാണ്ടി ഇത്തരത്തിലൊരു ലൈംഗിക ആരോപണ കേസിൽ ഗണേഷ് കുമാർ എടുത്തിയത്. അതിൽ ഇപ്പോൾ നടന്നു വരുന്ന കേസിൽ പ്രധാന സാക്ഷി താങ്കളും അതുപോലെ തന്നെ പെനി ബാലകൃഷ്ണനുമാണ്. അപ്പൊ അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? ഞാൻ ബഹുമാനത്തോടെ തന്നെ പറയും. ശ്രീ ഗണേഷ് കുമാർ സാർ തൻ്റെ അധികാരം നഷ്ടപ്പെട്ടു, ഈ കേസിന്റെ പേരിൽ നഷ്ടപ്പെട്ടപ്പോൾ അദ്ദേഹം സ്വന്തം പിതാവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായ മന്ത്രിസ്ഥാനം വേണ്ട എന്നുള്ള പ്രഖ്യാപനത്തിന്റെ അടിസ്ഥാനത്തിൽ രാജിവെക്കേണ്ടെന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ അദ്ദേഹം അവസാനമായി ശ്രീ ഉമ്മൻചാണ്ടി സാറിനെ പോയി കണ്ടിട്ട് ഈ അവസ്ഥ പറയാൻ ശ്രമിക്കുകയും അപ്പോഴാണ് അവിടെ അദ്ദേഹത്തിന് പൊട്ടിക്കരയേണ്ടി വരുന്നു. ഉമ്മൻചാണ്ടി സാറിനോട് അത്രയധികം വിലപിച്ചുകൊണ്ട് നിൽക്കുന്ന സാഹചര്യത്തിൽ പോലും ഉമ്മൻചാണ്ടി സാർ അദ്ദേഹത്തെ സംരക്ഷിക്കും. ഉമ്മൻചാണ്ടി സാറ് രാജിവെക്കണ്ട എന്ന് പറയുന്നു. ഗണേഷ് കുമാർ രാജിവെക്കണ്ട, ഞാൻ സംരക്ഷിക്കും എന്ന് പറയുന്ന ഒരു മഹാമനുഷ്യനെ പിന്നീട് തൻ്റെതായ കാരണങ്ങളാൽ രാജിവെക്കേണ്ടി വന്നപ്പോൾ, തിരിച്ച് അധികാരത്തിലേക്ക് വരാൻ കഴിയാതെ വന്നപ്പോൾ അദ്ദേഹം ഇത്തരത്തിൽ ഒരു കള്ളക്കേസിൽ, ഒരു ലൈംഗിക ആരോപണ കേസിൽ കൊടുക്കുക എന്ന് പറയുന്നത് തികച്ചും ഒരു മനുഷ്യത്വമുള്ള ഒരാളിനും ഒരു ജനാധിപത്യ വിശ്വാസികൾക്കും അത് അംഗീകരിക്കാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പത്തനാപുരം നിയോജക മണ്ഡലത്തിലെ ജനാധിപത്യ വിശ്വാസികൾ ജനാധിപത്യം വിജയിക്കട്ടെ, അത് പുലരട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള രാഷ്ട്രീയ വിഴുപ്പുകളെ കേരള രാഷ്ട്രീയത്തിൽ വേണ്ട എന്ന് തീരുമാനിച്ച തെരഞ്ഞെടുപ്പിന്റെ വിജയമാണ് പത്തനാപുരത്ത് സംഭവം. പത്തനാപുരം ബ്ലോക്ക് പ്രസിഡന്റ് എന്ന നിലയിൽ 100% ശ്രീ ജ്യോതികുമാർ ചാമക്കാല വിജയിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. എന്താണ് അതിന്റെ കാരണം എന്ന് ചോദിച്ചാൽ, ഒന്നാമത് ഞാൻ പറഞ്ഞു ശ്രീ ഉമ്മൻചാണ്ടി സാറിനോട് കാണിച്ച ചതി. രണ്ടാമത്തെ കാരണം, ആദ്യ 15 വർഷങ്ങൾ പിന്നീട് വന്ന 10 വർഷക്കാലവും വികസന മുരടിപ്പിന്റെ ഒരു നാളുകളായിരുന്നു. ആ വികസന മുരടിപ്പിന്റെ കാരണം രണ്ടാമത്. മൂന്നാമതായി സൂചിപ്പിക്കാനുള്ളത് പ്രശ്നം, സ്വന്തം ഭാര്യ ഈ സമൂഹത്തോട് വിളിച്ചു പറഞ്ഞ തൻ്റെതായ സംസ്കാര ശൂന്യതയുള്ള പ്രവർത്തനങ്ങൾ വിളിച്ചു പറഞ്ഞു. അതിനെക്കുറിച്ചൊന്നും വിശദീകരിക്കാൻ ഞാൻ ആളല്ല. അത് കുടുംബ ബന്ധങ്ങളുടെ പവിത്രത തിരിച്ചറിയാവുന്ന മലയാളി സമൂഹത്തിന് സഹിക്കുവാനും താങ്ങുവാനും കഴിയാത്ത കുടുംബങ്ങൾക്ക്
തിരിച്ചടിക്കാൻ ഈ തെരഞ്ഞെടുപ്പേ കഴിയൂ എന്നുള്ളത് രണ്ട്. അതൊരു വലിയ ഭാഗ്യമായിരിക്കും. തീർച്ചയായും അതൊരു ഫാക്റ്റാണ്. അതേ ചൊല്ലി ഉണ്ടായ സംഭവ വികാസങ്ങൾ, സ്ത്രീ സമൂഹത്തെ അധിക്ഷേപിക്കൽ, എനിക്ക് 5000 പ്രണയമുണ്ടെന്നും അദ്ദേഹം അതിന് കൂട്ടിച്ചേർത്ത മഹാന്മാരുടെ പേരുകളൊക്കെ ഒരിക്കൽ പോലും നമുക്ക് അംഗീകരിക്കുവാൻ കഴിയുന്നതല്ല. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ പോലെ മഹാനായ മനുഷ്യൻ, അദ്ദേഹത്തിന് പ്രണയമുണ്ടായിരുന്നു. കമലാ സുരയ്യയെ പോലെയുള്ള ലോകപ്രശസ്തയായ എഴുത്തുകാരി, അവർക്ക് പ്രണയമുണ്ടായിരുന്നുവെന്നും അതുപോലെ ആരെയൊക്കെയോ കൂട്ടിപ്പിടിച്ച് പറയും. അതൊരു വലിയ ഫാക്റ്റായി മാറിയിട്ടുണ്ട്. മറ്റൊന്ന്, പത്തനാപുരം നിയോജക മണ്ഡലത്തിലെയും പുനലൂർ നിയോജക മണ്ഡലത്തിലെയും ചേർത്തുള്ള പത്തനാപുരം താലൂക്ക് നായർ സർവീസ് സൊസൈറ്റി NSS പോലെയുള്ള ആ NSSുമായി ബന്ധപ്പെട്ട് പത്മ കഫേ എന്ന് പറയുന്ന സ്ഥാപനം ആരംഭിക്കുന്നതിൽ വന്നിട്ടുള്ള വലിയൊരു അഴിമതി ഇദ്ദേഹത്തിന്റെ പേര്. ഇദ്ദേഹം അഴിമതി വിരുദ്ധ മുഖച്ഛായുള്ള ആളാണ് എന്ന് അവർ അവകാശപ്പെടുമ്പോഴും സ്വന്തം സമുദായ സംഘടനയുടെ തലപ്പത്തിരുന്നിട്ട് 4 കോടി രൂപയുടെ അഴിമതി നടന്നു എന്ന് സമുദായത്തിനകത്തുള്ളവർ തല തെളിവുകളോടുകൂടി പൊതുസമൂഹത്തിൽ അവർ വിളിച്ചു പറയുമ്പോഴും ആ സംഭവവുമായി ബന്ധപ്പെട്ട് NSSന്റെ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് ആയിരുന്ന ഇദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വരുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തെ പെരുന്നയിൽ നിന്നും NSSന്റെ ജനറൽ സെക്രട്ടറി ബഹുമാനായ ശ്രീ സുകുമാരൻ നായർ സാർ തന്നെ പുറത്താക്കുന്ന ഒരു സാഹചര്യം. അതൊരു മൂന്നാമത്തെ വിഷയം. ആ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടായ സംഭവം സ്വന്തം പിതാവായ ശ്രീ R ബാലകൃഷ്ണപിള്ള സാറിന്റെ എച്ചിൽ നക്കികളാണ് ഇവിടുത്തെ നായർ സമൂഹമെന്നും അങ്ങനെയുള്ള കുറെ അൺപാർലമെന്ററി വാക്കുകൾ ഒരു പൊതുപ്രവർത്തകൻ പൊതുസമൂഹത്തോട് പറയുവാൻ പാടില്ലാത്ത തികച്ചും സംസ്കാരശൂന്യമായ പദങ്ങൾ, ഒരുപക്ഷെ വിനാശകാലയെ വിപരീത ബുദ്ധി എന്ന് നമ്മൾ പറയുന്നത് പോലെ അദ്ദേഹത്തിന് പറയേണ്ടി വന്നു. ഇതൊക്കെ പത്തനാപുരം നിയോജക മണ്ഡലത്തിലെ പ്രബുദ്ധരായ ജനാധിപത്യ വിശ്വാസികൾ ചർച്ച ചെയ്യപ്പെട്ടു. ഇത് വലിയ 3 ഫാക്ടുകളാണ്. രാജാവ് നഗ്നനാണ് എന്ന് വിളിച്ചു പറഞ്ഞ കൂടെ തന്നെ ഉണ്ടായിരുന്ന പ്രജയെ പട്ടാഴി ദേവീക്ഷേത്ര സന്നിധിയിൽ വെച്ച് സ്വന്തം ഗുണ്ടകളെ ഉപയോഗിച്ച് കേരള കോൺഗ്രസ് ബിയുടെ പ്രവർത്തകരെ ഉപയോഗിച്ച് തല്ലിച്ചതയ്ക്കുന്ന ഒരു സാഹചര്യം. ഈ പറഞ്ഞ ഫാക്ടുകളെല്ലാം ചർച്ച ചെയ്യപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പായിരുന്നു പത്തനാപുരത്ത്. NSSന്റെ ആഭിമുഖ്യത്തിൽ പുനലൂരിലൊക്കെ ലഡു വിതരണം നടത്തി എന്നുള്ളൊരു വാർത്ത പുറത്തു വന്നിരുന്നു. അതിൽ കോൺഗ്രസിന്റെ തന്നെ പുനലൂരിന്റെ പ്രവർത്തനായ ശ്രീ ജയപ്രകാശ് എന്ന് പറയുന്ന അദ്ദേഹം ജ്യോതികുമാർ ചാമക്കാലയുടെ വിജയം നായന്മാരുടെ വിജയമാണ് എന്ന രീതിയിലൊരു പരാമർശം ഉയർന്നു വന്നിരുന്നു. അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? പുനലൂർ നിയോജക മണ്ഡലത്തിൽ നടന്ന ഒരു സംഭവത്തെക്കുറിച്ച് പറയുന്നത് ഒരുപക്ഷെ ശരിയല്ല. എന്നിരുന്നാലും അത് പത്തനാപുരത്തെ കൂടി യോജിപ്പിച്ചുള്ള അല്ലെങ്കിൽ വിജയത്തെക്കുറിച്ച് കൂടി ചേർത്ത് പറഞ്ഞതായതുകൊണ്ടും നിങ്ങളുടെ ചോദ്യം ആ രീതിയിലേക്ക് വന്നതുകൊണ്ടും മറുപടി പറയാം. അവിടെ അത് സൂചിപ്പിച്ചത് ബഹുമാനായ ശ്രീ ജയപ്രകാശ് എന്ന് പറയുന്ന ഞങ്ങളുടെ വളരെ ജനകീയനായ പുനലൂരിലെ സമർത്ഥനായ നേതാവ്. അദ്ദേഹത്തിന്റെ ആ പ്രയോഗം ഞാൻ കേട്ടിരുന്നില്ല, നിങ്ങളുടെ സൂചനയിൽ നിന്ന് ഞാൻ മനസ്സിലാക്കി. ഒരുപക്ഷെ അങ്ങനെ അദ്ദേഹം പറഞ്ഞുവെങ്കിൽ അദ്ദേഹം അത് തിരുത്തും. കാരണം ഇതൊരു സമുദായ സംഘടനയുടെ മാത്രം വിജയമായി പത്തനാപുരത്തുകാരായി ഞങ്ങൾക്ക് കാണാൻ കഴിയില്ല. പത്തനാപുരത്തെ മുഴുവൻ വരുന്ന ജനാധിപത്യ മതേതര വിശ്വാസികളുടെ വിജയമാണ് ഈ തെരഞ്ഞെടുപ്പിൽ പത്തനാപുരത്ത് സംഭവിച്ചത്. അതിൽ നായർ സമൂഹത്തിന്റെ കൂടി വലിയ പിന്തുണ ഉണ്ടായിരുന്നു അതാണ് സത്യം. ശ്രീ ജയപ്രകാശ് പറഞ്ഞത് ഒരുപക്ഷെ അങ്ങനെയാകാം. ആ വീഡിയോ നമ്മൾ കാണുമ്പോൾ മനസ്സിലാകുന്നത് അത്തരത്തിലല്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ സുഹീറിനോട് ഇപ്പോൾ ഈ കാര്യം ചോദിച്ചത് പോലും. കാര്യം നായർ സമൂഹത്തിന്റെ മാത്രം എന്നുള്ള രീതിയിലാണ് അദ്ദേഹം ഊന്നി. അത് ഒരു തവണയല്ല 3 തവണ ഊന്നി പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വിഷയം സംസാരിക്കാൻ തയ്യാറായത് പോലും. അങ്ങനെ ഉണ്ടെങ്കിൽ അദ്ദേഹം അത് തിരുത്തുമെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം അദ്ദേഹം വളരെ വളരെ ഗൗരവമായി രാഷ്ട്രീയത്തെ കാണുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ്. അദ്ദേഹം അങ്ങനെയാണ്, നിങ്ങൾ പറഞ്ഞതും പ്രകാരമാണ് എങ്കിൽ ഞാൻ ഈ പറഞ്ഞതും പ്രകാരം തിരുത്തുമെന്ന് ഞാൻ കരുതുകയാണ്. അത് ഒരറ്റം മുതൽ പട്ടാഴി വടക്കേക്കരയും പത്തനാപുരവും പിറവന്തൂരും വെട്ടിക്കവലയും മേലിലയും വിളക്കുടി തലവൂരും അടക്കമുള്ള മുഴുവൻ പഞ്ചായത്തുകളും ജ്യോതികുമാർ ചാമക്കാലയ്ക്ക് ഭൂരിപക്ഷം നൽകി എന്ന് പറഞ്ഞാൽ അതൊരു വശം അല്ലെങ്കിൽ ഒരു ഭാഗമാക്കി നമുക്ക് പറയാൻ കഴിയില്ല. ഇത് മുഴുവൻ സമസ്ത മേഖലയിലും ഒരു ജനപ്രതിനിധിയോടുള്ള ഏറ്റവും വലിയ പ്രതിഷേധം ഈ തെരഞ്ഞെടുപ്പിൽ നടത്തിയിരിക്കുകയാണ്. 25 വർഷക്കാലവും അദ്ദേഹത്തിന് വേണ്ടി വോട്ട് ചോദിക്കാൻ അദ്ദേഹത്തിന്റെ കുടുംബവും മക്കളും ഒന്നും ഇറങ്ങിയ ഒരു വീഡിയോ ഒന്നും നമ്മൾ കണ്ടിട്ടില്ല. സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം വളരെ സജീവമായി നിൽക്കുന്നു. അദ്ദേഹം സോഷ്യൽ മീഡിയയിലുള്ള ഒരുമാതിരി എല്ലാ ആളുകളെയും ഒരു വാഹനത്തിൽ കൊണ്ടിറക്കി അതിൽ ലൈവ് സംപ്രേഷണം ഉൾപ്പെടെ നടത്തി പിൻവലിക്കേണ്ട ഒരു അവസ്ഥ വരെ ഉണ്ടായി എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. അല്ലേ? അതിനകത്ത് അദ്ദേഹത്തിന്റെ മക്കൾ ഉൾപ്പെടെ വന്ന് അച്ഛന് വേണ്ടി വോട്ട് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ പാർട്ടിയിൽപ്പെട്ട ആളുകൾ ഉൾപ്പെടെ ജയകുമാറിന്റെ മക്കളാണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടെ വന്നിരുന്നു. അതേക്കുറിച്ച് എന്താണ് പറയുന്നത്? അദ്ദേഹം പരാജയപ്പെടും എന്നുള്ളതിന്റെ ഒരു സൂചന അദ്ദേഹത്തിന് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ 25 വർഷക്കാലം നടന്ന തെരഞ്ഞെടുപ്പുകളിലും 5 തെരഞ്ഞെടുപ്പുകളിലും മക്കളെയോ കുടുംബത്തെയോ ഇറക്കി വോട്ട് അഭ്യർത്ഥിക്കേണ്ടി വന്നില്ല. കേടനെ പോലെയുള്ള ആളുകളെ കൂട്ടാൻ കഴിയുന്ന അവരെ ഇറക്കി റോഡ് ഷോയും മറ്റുമൊക്കെ നടത്തി.
ആ റോഡ് ഷോ നടത്തി പോലും നിൽക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ സ്വന്തം മക്കളെ ഇറക്കി. എന്നാൽ ചില ട്രോളുകൾ വന്നു, വേടനും മക്കളും പോലും വോട്ട് തേടിയെത്തുന്ന തെരഞ്ഞെടുപ്പായി പത്തനാപുരത്തെ തെരഞ്ഞെടുപ്പ് മാറി. പത്തനാപുരത്ത് 25 വർഷക്കാലമായി തുടരുന്ന ഒരു ജനപ്രതിനിധി വേടനെയും മക്കളെയും ഇറക്കി തെരഞ്ഞെടുപ്പിനെ നേരിട്ട ഒരു തെരഞ്ഞെടുപ്പായിരുന്നു ഇത്. എന്നിട്ടും ജനവികാരം ഈ ജനപ്രതിനിധിക്കെതിരായിരുന്നു. അതിനുള്ള നിരവധിയായ കാര്യങ്ങൾ നിയോജക മണ്ഡലത്തിലെ വികസന മുരടിപ്പുകൾ നിങ്ങൾ തന്നെ പലപ്പോഴായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ പ്രതിഫലിച്ചുകൊണ്ട് ഞാൻ ചോദിക്കുമ്പോൾ തമാശ ആണെങ്കിൽ പോലും അത് കാര്യമായിട്ട് കണ്ടിരുന്നത് ഈ 5000 എന്ന് പറയുന്ന സ്ത്രീകൾ ഈ 5000 എന്ന് പറയുന്ന സ്ത്രീകൾ പോലും അവസാന നിമിഷം കൈവിട്ടു എന്നാണ് അറിയുന്നത്. അതിന്റെ കാരണത്തെക്കുറിച്ച് ഒരു പക്ഷേ നിങ്ങളോട് പറയാൻ ബുദ്ധിമുട്ടാണ്. അവരും കൈവിട്ടു അവസാനം. എന്തായാലും ഗണേഷ് കുമാറിന്റെ സമ്പൂർണ്ണ പരാജയം ചൂരമലയിൽ നമുക്ക് അന്നൊക്കെ തന്ന വീഡിയോയിലുള്ളത് പോലെ സംഭവിച്ചു കഴിഞ്ഞു. ഇനി ജ്യോതികുമാറിന്റെ വരുന്ന 5 വർഷങ്ങളാണ്. വരുന്ന 5 വർഷങ്ങൾ 5 വർഷങ്ങളിൽ എത്തരത്തിലാണ് ഇതിന്റെ ഒരു തുടക്കം എന്നതിനെ പറ്റി വല്ല സൂചനയും പറയാൻ സാധിക്കും? അദ്ദേഹം വലിയ ഒരു ചുവടുവയ്പ്പാണ് നടത്തിയിട്ടുള്ളത്. കഴിഞ്ഞ 5 വർഷക്കാലം പരാജയപ്പെട്ടിട്ടും ഈ മണ്ണിനെ മറക്കാതെ, ഇവിടുത്തെ പ്രവർത്തകരെ മറക്കാതെ, അവിടെയുള്ള ഏറ്റവും താഴെത്തട്ടിലുള്ള ആളുകളുടെ ഇടയിൽ പോലും വലിയ സ്വാധീനം ഉണ്ടാക്കിയെടുക്കുവാൻ അദ്ദേഹത്തിന്റെ ദൈനംദിന പ്രവർത്തനം കൊണ്ട് കഴിയും. അതിലും ശക്തമായി അദ്ദേഹത്തിന് മുമ്പോട്ട് പോകാൻ കഴിയും. ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് മത്സരിച്ച സ്ഥാനാർത്ഥിയുടെ ജൽപ്പനങ്ങൾ ഇദ്ദേഹം ഒരു മരണത്തിന്റെ വ്യാപാരിയാണെന്നും ശവപ്പെട്ടി കച്ചവടക്കാരനാണെന്നും ഒക്കെ പറഞ്ഞ അദ്ദേഹത്തിന്റെ നാവാണ് അദ്ദേഹത്തെ പരാജയപ്പെടുത്തിയെന്നാണ് ഞാൻ കരുതുന്നത്. മരണവീടുകളിൽ പോകുന്ന ജ്യോതികുമാർ, ദുഃഖ വീടുകളിൽ, സങ്കടങ്ങളുള്ള വീടുകളിൽ ചെന്ന് അവരെ ആശ്വസിപ്പിക്കുന്ന ജ്യോതികുമാർ കഴിഞ്ഞ 5 വർഷക്കാലം അവരുടെ ചാരത്തുണ്ടായിരുന്നു, അരികിലുണ്ടായിരുന്നു. അത് ഏറ്റവും വലിയൊരു ഫാക്റ്റാണ്. അതിനെയൊക്കെ അധിക്ഷേപിച്ചത് കുറച്ചുകൂടി ഇദ്ദേഹത്തിന്റെ പരാജയത്തിന്റെ തീവ്രത വർദ്ധിപ്പിച്ചു എന്നതാണ് അതിന്റെ സത്യം. പരാജയപ്പെട്ട് ഇന്ന് 3-4 ദിവസമേ ആയുള്ളൂ. ഇന്ന് നിങ്ങൾ ഈ ഇന്റർവ്യൂ നടത്തുന്ന ഈ ദിവസം അടുത്തടുത്തുള്ള മരണവീടുകളിൽ തുടർച്ചയായി പോവുകയാണ്. ഈ സംഭവത്തിന് ശേഷം നിങ്ങൾ ഈ ഇന്റർവ്യൂ നടത്തുന്ന ഈ ദിവസം മണിക്കൂറുകൾക്ക് മുമ്പ് പോലും മരണവീടുകളിൽ ഞങ്ങൾ കണ്ടുമുട്ടി. അപ്പോൾ അവിടെ നിന്ന് സാധാരണക്കാരുടെ ചോദ്യം, ഇപ്പോൾ ശവപ്പെട്ടി കച്ചവടക്കാരനല്ലേ? മരണവീടുകളിലേക്ക് ഇപ്പൊ കഴിഞ്ഞ 2-3 ദിവസം ഞാൻ ഇനി ഇവിടുന്ന് തുടർച്ചയായിട്ട് ഉണ്ടാകുമെന്ന് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി മരണവീടുകളിലേക്ക് പോവുകയാണ്. എന്താണ് അതിന്റെ അർത്ഥം? ഞാൻ മനസ്സിലാക്കുന്നത്, ജനാധിപത്യ രാഷ്ട്രത്തിൽ ജനങ്ങളാണ് അധിപന്മാർ. ജനങ്ങൾ പറയുന്ന വഴിയെ വന്നില്ല എങ്കിൽ ആ വഴിയെ കൊണ്ടുവരുവാൻ, വരച്ച വരയിൽ നിർത്തുവാൻ ജനങ്ങൾക്ക് കഴിയും എന്നുള്ളതാണ് ഈ പരാജയത്തിലൂടെ ഗണേഷ് കുമാറിനെ പഠിപ്പിച്ചത്. ഇന്ന് അദ്ദേഹം ഈ മരണവീടുകളിലേക്ക് പോയി തുടങ്ങിയിരിക്കുന്നത്. മുൻപ് മരണവീടുകളിൽ സാധാരണക്കാരുടെ വീടുകളിലൊന്നും അധികം പോകുന്നത് നമ്മളാരും കണ്ടിട്ടില്ല. ഇപ്പൊ എന്താ പോകുന്നു എന്ന് പറഞ്ഞാൽ, ജനങ്ങൾ പറയുന്ന വഴിയെ വന്നില്ലെങ്കിൽ പരാജയപ്പെടും. ജനാധിപത്യത്തിന്റെ വിജയമാണ്. ജനാധിപത്യത്തിൽ ജനങ്ങളാണ് അധിപന്മാർ. ശ്രീ ജ്യോതികുമാർ ചാമക്കാലയെ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു പൊതുപ്രവർത്തകനാണ്. അദ്ദേഹത്തെ ഈ പത്തനാപുരത്തെ ജനങ്ങൾ വിശ്വാസത്തിലെടുത്തു. പരാജയപ്പെട്ടപ്പോഴും അദ്ദേഹം പരാജയപ്പെടുന്നതിന് മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിന്റെ പ്രചരണങ്ങളിൽ അദ്ദേഹം പറഞ്ഞൊരു വാക്കിന്ന് ഓർമ്മയുണ്ട്. നിങ്ങൾ എന്നെ പരാജയപ്പെടുത്തിയാൽ, എനിക്ക് പരാജയപ്പെടേണ്ടി വന്നാലും ഈ പത്തനാപുരം വിട്ട് ഞാൻ പോകില്ല, ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകും, നിങ്ങളുടെ അരികിലുണ്ടാകുമെന്ന് പ്രഖ്യാപിച്ച് നടപ്പിലാക്കിയ ഒരു ചെറുപ്പക്കാരന്റെ ഒരു ഓട്ടമായിരുന്നു പത്തനാപുരത്ത് കഴിഞ്ഞ 5 വർഷക്കാലം. പൊതുപ്രവർത്തകൻ ഒരു ജനങ്ങളുടെ ഇടയിൽ നിന്ന് അവരെ ആശ്വസിപ്പിക്കാൻ പോകുന്ന ഇത്തരം പ്രവർത്തികളെ ശവപ്പെട്ടി കച്ചവടക്കാരൻ എന്ന് വിളിച്ചാലും, അദ്ദേഹത്തെ മരണത്തിന്റെ വ്യാപാരി എന്ന് വിളിച്ചാലും അത് സന്തോഷത്തോടെ സ്വീകരിച്ച് ഞാൻ കൂടെ ഉണ്ടാകുമെന്ന് പ്രഖ്യാപിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം നിന്നു. അതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ വിജയം. ഇതിൽ പത്തനാപുരം നിയോജക മണ്ഡലത്തിലെ പ്രവർത്തകർ ഒറ്റക്കെട്ടായി നിന്നു. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാക്കുവാൻ ഇടതുപക്ഷത്തിന്റെയും പിന്തിരിപ്പൻ ശക്തികളുടെയും സോഷ്യൽ മീഡിയ പ്രയോഗങ്ങളിലൂടെയൊക്കെ നടത്തിയ പല പ്രവർത്തനങ്ങളും പരാജയപ്പെടുത്തിക്കൊണ്ട് പത്തനാപുരത്തെ പ്രവർത്തകർ ഒറ്റക്കെട്ടായി നിന്നു എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ വിജയം. ഈ തെരഞ്ഞെടുപ്പ് വിജയത്തെ പത്തനാപുരത്തുകാർക്ക് വേണ്ടി മാത്രമേ സമർപ്പിക്കാൻ കഴിയൂ. ഇത് ടീം UDFന്റെ ഒരു ഒറ്റക്കെട്ടായുള്ള മുന്നേറ്റമായിരുന്നു. അപ്പോൾ സുധീർ മലന്റെ ഇത്രയും വിലയേറിയ സമയം നമ്മൾക്ക് വേണ്ടി വീണ്ടും ചെലവഴിച്ചതിന് ഒരുപാട് നന്ദി. ഇപ്പോൾ വിജയാശംസകൾ അന്ന് നേർന്നത് ഇന്ന് സംഭവിച്ചു. അതെ, ഇനിയും നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കും. തീർച്ചയായും. താങ്ക് യു.